ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്ടോകാഡിലെ ലീഡർ, ക്യൂ ലീഡർ, മൾട്ടി ലീഡർ എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ആ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യൂ ലീഡർ സെറ്റിങ്സിനെ കുറിച്ചും മൾട്ടി ലീഡർ സെറ്റിങ്സിനെ കുറിച്ചും വേറെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇനി നിങ്ങൾ ലീഡേഴ്സും മൾട്ടി ലീഡേഴ്സും ക്യൂ ലീഡേഴ്സും തമ്മിലുള്ള വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ ഒരു ഓട്ടോകാഡ് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇത് നമ്മൾ അന്ന് ചെയ്ത ആ സെയിം ഫയലാണ്. നമുക്ക് ലീഡർ സെറ്റിങ്സിന് വേണ്ടി ഞാൻ ഇവിടെ LE എന്നടിച്ച് എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സെറ്റിങ്സ് എന്ന്. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ LE എന്ന് അടിച്ച് എൻ്റർ ചെയ്തതിന് ശേഷം S അടിച്ച് എൻ്റർ ചെയ്യുക. അപ്പോഴും സെയിം സെറ്റിങ്സ് ഓപ്പണായി വരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അനോട്ടേഷൻ, ലീഡർ ലൈൻ ആൻഡ് ആരോ, അറ്റാച്ച്മെൻറ്റ്. ഇതെല്ലാം നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ടെക്സ്റ്റ് ഓപ്ഷൻസ്, പ്രോംപ്റ്റ് ഫോർ വിഡ്ത്ത്. നമുക്ക് നോക്കാം. ഞാനിത് ക്ലോസ് ചെയ്യുന്നു. ഞാനിവിടെ ഒരു ലീഡർ വരക്കുന്നു, ക്യൂ ലീഡർ വരക്കുന്നു. ഇത് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്പെസിഫൈ ടെക്സ്റ്റ് വിഡ്ത്ത്. അതായത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഞാനിത് ക്യാൻസൽ ചെയ്യുന്നു. വീണ്ടും സെറ്റിങ്സിൽ തന്നെ പോകുന്നു. ഇനി ഞാൻ ഇത് അൺടിക്ക് ചെയ്യുന്നു. പ്രോംപ്റ്റ് ഫോർ വിഡ്ത്ത് എന്നുള്ളത് അൺടിക്ക് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇനി ഞാൻ വീണ്ടും ലീഡർ വരക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ആ ടെക്സ്റ്റിൻ്റെ വിഡ്ത്ത് ചോദിക്കുന്നില്ല. ജസ്റ്റ് എന്താണ് ചോദിക്കുന്നത്, ടെക്സ്റ്റ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ എക്സാമ്പിൾ SM ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ഡബിൾ എൻ്റർ കൊടുക്കുന്നു. ഇത് വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ വീണ്ടും സെറ്റിങ്സിൽ തന്നെ പോകുന്നു. ഇനി ഫ്രെയിം ടെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ ഫ്രെയിം ടെക്സ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇതുപോലെ വരക്കുന്നു. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. SM ടെക്സ്റ്റ്. ഇപ്പോൾ ആ സെയിം ടെക്സ്റ്റ് ഒരു ബോക്സിനുള്ളിൽ, അതായത് ഒരു ഫ്രെയിമിനുള്ളിൽ വന്നു കഴിഞ്ഞു. ഇനി ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു. വീണ്ടും സെറ്റിങ്സിൽ തന്നെ പോകുന്നു. ഈ പ്രോംപ്റ്റ് ഫോർ വിഡ്ത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് അൺടിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് അനോട്ടേഷൻ ടൈപ്പുകൾ നോക്കാം. ഇത് ടെക്സ്റ്റ്, നോർമൽ ടെക്സ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി കോപ്പി ആൻഡ് ഒബ്ജക്റ്റ് അതെന്താണെന്ന് നോക്കാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇത് ലീഡർ വരക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒന്നും തന്നെ ചോദിക്കുന്നില്ല. ഇവിടെ എന്താണ് ചോദിക്കുന്നത്, ഒബ്ജക്റ്റ് ടു കോപ്പി. ഏത് ഒബ്ജക്റ്റാണോ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രോയിങ്ങിലുള്ള ഏതെങ്കിലും ടെക്സ്റ്റ് ഇവിടെ നിന്നും അങ്ങോട്ട് കോപ്പി ചെയ്യണം. അപ്പോൾ അത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഞാനിവിടെ എക്സാമ്പിൾ ഈ റെക്റ്റാങ്കിൾ 250 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. കാണാൻ പറ്റും അതിവിടെ വന്നു കഴിഞ്ഞു. നമുക്കൊരു പ്രാവശ്യം കൂടെ നോക്കാം. LE അടിക്കുന്നു. ഇവിടെ ചോദിക്കുന്നു സെലക്ട് ആൻ ഒബ്ജക്റ്റ് ടു കോപ്പി. ഞാൻ ഇപ്പോൾ ഈ സർക്കിൾ അതിവിടെ വന്നു കഴിഞ്ഞു. ഞാൻ ഇതും ഡിലീറ്റ് ചെയ്യുന്നു. ഇനി നോക്കാം LE സെറ്റിങ്സ്. അപ്പോൾ കോപ്പി ആൻ ഒബ്ജക്റ്റ് ഓക്കെ ആയി. ഇനി നമുക്ക് ടോളറൻസ് നോക്കാം. ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് ഇവിടെയും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നു. ഞാൻ ഇവിടെ ഈ ഫസ്റ്റ് കാണുന്ന കോളത്തിൽ ടോളറൻസ് 1 എന്നുള്ളതിൽ ABC എന്ന് ടൈപ്പ് ചെയ്യുന്നു.
ടോളറൻസ് 2 എന്നതിൽ DEF. ഇനി ടോളറൻസ് 1ൻ്റെ ABC എന്ന കോളത്തിന് തൊട്ട് താഴെയായിട്ട് 1 2 3 ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ 4 5 6 എന്നതും ടൈപ്പ് ചെയ്യുന്നു. ഇനി ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇത് ഇവിടെ ഇതുപോലെ വന്നു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഞാൻ ഇതും ഡിലീറ്റ് ചെയ്യുന്നു. ഇനി LE അടിച്ച് സെറ്റിങ്സ് എടുക്കുന്നു. ഇനി ബ്ലോക്ക് റെഫറൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡ്രോയിങ്ങിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മുടെ ലീഡറിൻ്റെ കൂടെ വരുത്തുക എന്ന് നോക്കാം. ഓക്കെ കൊടുക്കുന്നു. ഇതിനുവേണ്ടി ഞാൻ ഇവിടെ ലീഡർ വരക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ബ്ലോക്കിൻ്റെ പേര് ചോദിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റർ ബ്ലോക്ക് നെയിം. ഞാനിവിടെ 10 എന്ന നമ്പറിലാണ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. ഇപ്പോൾ ബേസ് പോയിന്റ് ചോദിക്കും. ഞാനിവിടെ ബേസ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. അതിവിടെ ഇതാ വന്നു കഴിഞ്ഞു. ഇത് നിങ്ങളുടെ ബേസ് പോയിന്റ് ഇവിടെ ആയതുകൊണ്ടാണ്, ഈ ബ്ലോക്കിൻ്റെ ബേസ് പോയിന്റ് ഇവിടെ ആയതുകൊണ്ടാണ് ഇതുപോലെ വന്നത്. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, 10 എന്ന് ബ്ലോക്ക് നെയിം എൻ്റർ ചെയ്യുന്നു, ബേസ് പോയിന്റ് കാണിച്ചു കൊടുക്കുന്നു, എൻ്റർ എൻ്റർ എൻ്റർ. അപ്പോൾ അതും വന്നു കഴിഞ്ഞു. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അതും ഡിലീറ്റ് ചെയ്യുന്നു. ഞാൻ വീണ്ടും LE അടിച്ച് സെറ്റിങ്സിൽ പോകുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് ലീഡർ, ലൈൻ ആൻഡ് ആരോ. ഇനി ഇത് നമ്മുടെ ലീഡറെല്ലാം സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് വരിക. ഇനി നമുക്ക് സ്പ്ലൈൻ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ കൊടുക്കുന്നു. ഇതുപോലെ സ്പ്ലൈൻ ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് കൊടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ 10 തന്നെ കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു, ടെക്സ്റ്റ് കൊടുക്കുന്നു. നമുക്ക് കാണാൻ പറ്റും SM അതിവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും സെറ്റിങ്സിൽ തന്നെ പോവാം. അപ്പോൾ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞു. ഇനി ഇത് ആരോ സൈസാണ്, ആരോ ടൈപ്പാണ്. ഈ ആരോ എല്ലാം നിങ്ങളുടെ ലീഡറിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ വെറുതെ ഒന്ന് കാണിക്കാം. ഈ ഡോട്ട് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ അതുപോലെ ആയിക്കഴിഞ്ഞു. അതും ഡിലീറ്റ് ചെയ്യുന്നു. LES എൻ്റർ അടിക്കുന്നു. ഇത് സ്ട്രൈറ്റ് തന്നെ ആക്കുന്നു. ഇത് പിന്നെ നിങ്ങളുടെ നമ്പർ ഓഫ് പോയിൻറ്റ്സിൻ്റെ ലിമിറ്റാണ്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഞാനിതൊന്ന് കാണിക്കാം. 3 തന്നെ കൊടുത്ത് ഇപ്പോൾ നമ്മൾ LE എടുത്ത് ലീഡർ വരക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേറെ ലൈന്, അതായത് വേറെ പോയിന്റ് വരക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റിനുള്ള ഹൈറ്റ് ചോദിച്ചു, അത് വന്നു കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് മാറ്റി കൊടുത്ത് നോക്കാം. ഞാനിവിടെ അത് 5 ആക്കി കൊടുക്കുന്നു. ഇപ്പോൾ വീണ്ടും ഇപ്പോഴാണ് ചോദിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഹൈറ്റ്. ഇതിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതും നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ അതും ഡിലീറ്റ് ചെയ്യുന്നു. ഇനി നിങ്ങളുടെ ആംഗിൾ കൺസ്ട്രെയിൻസ് അതെന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഫസ്റ്റ് 45 ഡിഗ്രി കൊടുക്കുന്നു. ഇതാണെന്നുണ്ടെങ്കിൽ ഒരു 15 ഡിഗ്രിയും കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് ലീഡർ ഒന്ന് വരച്ച് നോക്കാം. നിങ്ങൾ എങ്ങനെ മൗസ് നീക്കിയാലും ഇതുപോലെ വരികയുള്ളൂ. അപ്പോൾ അതായത് 45ൻ്റെ 45, 90, 135 അതേപോലെ വരികയുള്ളൂ. നമുക്ക് നോക്കാം. ഞാൻ ഇങ്ങനെ വരക്കുന്നു. നെക്സ്റ്റ് ഇത് 15ൻ്റേത് 15, 30, 45, 60, 75, 90 അങ്ങനെ വരികയുള്ളൂ. നമുക്കത് കാണാൻ പറ്റും. അതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും സെറ്റിങ്സിൽ തന്നെ പോകുന്നു.
എല്ലാം പഴയ പോലെ തന്നെ ആക്കുന്നു. ഇനി നമുക്ക് അറ്റാച്ച്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇത് മൾട്ടി ലൈൻ ടെക്സ്റ്റ് അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചുള്ളതാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ടെക്സ്റ്റ് ഓൺ ലെഫ്റ്റ് സൈഡ്, ടെക്സ്റ്റ് ഓൺ റൈറ്റ് സൈഡ് എന്നിവ. ഞാനിവിടെ ഫസ്റ്റ് നമുക്ക് ഇത് തന്നെ നോക്കാം. ഞാൻ ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ നമ്മുടെ ലീഡർ നോർമൽ പോലെ ലീഡർ വരക്കുന്നു. അതിനുശേഷം എൻ്റെ ടെക്സ്റ്റ് കൊടുക്കുന്നു. സെക്കൻഡ് ലൈൻ ടെക്സ്റ്റും കൊടുക്കുന്നു. തേർഡ് ലൈൻ ടെക്സ്റ്റും കൊടുത്ത് ഡബിൾ എൻ്റർ കൊടുക്കുന്നു. ഇത് ഇതുപോലെ വന്നു കഴിഞ്ഞു. നമുക്ക് കാണാൻ പറ്റും ഈ ലൈനിന് തൊട്ട് താഴെ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. സെറ്റിങ്സിൽ ഇവിടെ മിഡിൽ ഓഫ് ടോപ്പ് ലൈൻ ഇവിടെയും അതേപോലെ മാറ്റി കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു. ഇനി ഇത് നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കാം. ടെക്സ്റ്റ് കൊടുക്കുന്നു. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെ ലൈനിൻ്റെ തൊട്ട് താഴെ വന്ന പോലെയാണ് കാണുന്നത്. ഇത് ഇതിൻ്റെ മിഡിലായിട്ട് വന്നു. ഇനി നെക്സ്റ്റ് വേറെ ഒന്ന് നോക്കാം. മിഡിൽ ഓഫ് മൾട്ടി ലൈൻ ടെക്സ്റ്റ് രണ്ട് സൈഡും ഓക്കെ കൊടുക്കുന്നു. ഇനി വീണ്ടും ഞാൻ ലൈന് വരച്ച് ലീഡർ വരച്ച് ടെക്സ്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ടെക്സ്റ്റ് അതിൻ്റെ മിഡിലായിട്ടാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാം. ബോട്ടം ലൈൻ കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഓപ്ഷനെല്ലാം നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി അണ്ടർലൈൻ ബോട്ടം ലൈൻ ജസ്റ്റ് കൊടുക്കുന്നു. ഇതും ഇതേ ചെയ്ത് നോക്കുന്നു. ഇപ്പോൾ നമ്മുടെ ലൈനിൻ്റെ മുകളിലായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്, കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അനോട്ടേഷൻ, ലീഡർ ലൈൻ, അറ്റാച്ച്മെൻറ്റ് ഇതെല്ലാം നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഈ അനോട്ടേഷൻ റീയൂസ് എന്നത് നമ്മൾ പറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ റീയൂസ് നെക്സ്റ്റ് എന്നത് കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. എക്സാമ്പിൾ ഞാൻ ഇതേപോലെ ലീഡർ വരച്ചതിന് ശേഷം എക്സാമ്പിൾ ഞാനിവിടെ SM ടെക്സ് എന്ന് ടെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി ഞാൻ വീണ്ടും ലീഡർ വരക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ എന്താണോ നമ്മുടെ ടെക്സ്റ്റ് അത് റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും, കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഈ സെറ്റിങ്സ്. ഞാനത് നോൺ ആക്കി കൊടുക്കുന്നു. അപ്പോൾ ക്യൂ ലീഡർ സെറ്റിങ്സ് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മൾട്ടി ലീഡർ സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം. അതിനു വേണ്ടി കാരണം മൾട്ടി ലീഡർ സെറ്റിങ്സും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ലീഡർ വരക്കുന്നു. വെറുതെ നിങ്ങൾക്കറിയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ടെക്സ്റ്റ് വന്നു കഴിഞ്ഞു അല്ലേ. ഇനി മൾട്ടി ലീഡർ ഒന്ന് വരച്ച് നോക്കാം. തമ്മിലുള്ള മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരേ ലെയറിലാണ് വന്നിട്ടുള്ളത്. അതേപോലെ ടെക്സ്റ്റ് ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്, എല്ലാം ഡിഫറൻസ് ഉണ്ട്. ഇനി മൾട്ടി ലീഡർ സെറ്റിങ്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഫോർമാറ്റിൽ വന്നിട്ട് മൾട്ടി ലീഡർ സ്റ്റൈൽ എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡിലെടുത്ത് മോഡിഫൈ ചെയ്യാം. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ലീഡർ ഫോർമാറ്റ്,
ലീഡർ സ്ട്രക്ചർ കണ്ടൻറ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാം. ആരോ, അതേപോലെ കളറ്, ലീഡർ സ്ട്രക്ചർ, അതേപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഹൈറ്റ് എല്ലാം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ആരോയുടെ സൈസ്, ഞാനിവിടെ അത് 3 ആക്കി കൊടുക്കുന്നു. അതേപോലെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് മാറ്റേണ്ടത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ നോക്കിയിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. ടെക്സ്റ്റ് ഹൈറ്റ് ഇവിടെ 3 ആണുള്ളത്, ഞാനിവിടെ അത് 10 ആക്കി കൊടുക്കുന്നു. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അത് മാറിക്കഴിഞ്ഞു. ഇതിനു മുൻപ് ഇതിൻ്റെ ടെക്സ്റ്റ് ചെറുതായിരുന്നു, ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കഴിഞ്ഞു. ഈ ലീഡർ കളർ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ മൾട്ടി ലീഡർ സെറ്റിങ്സ് നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് അത് നോക്കാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. മോഡിഫൈ കൊടുക്കുന്നു. ആരോയുടെ സൈസ് ഇവിടെ ഞാൻ 10 ആക്കി കൊടുക്കുന്നു. ഈ കളർ ഒന്നുകൂടെ ഞാൻ മാറ്റി കൊടുക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ കൊടുക്കുന്നു. ഇതാ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് മാറിയത് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ക്യൂ ലീഡർ സെറ്റിങ്സും മൾട്ടി ലീഡർ സെറ്റിങ്സും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.